നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ ലാമിൻ യമാലിൻ്റെ ടീമായ സ്പെയിന് മുന്നേറുകയാണല്ലോ. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഐഡോളായ നെയ്മർ ജൂനിയറുടെ ടീമും അതുപോലെ തന്നെ മറ്റൊരു ഐക്കണായ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ടീമൊക്കെ പുറത്തായി കഴിഞ്ഞു. എന്നാൽ ലിയോ മെസ്സിയുടെ ടീമോ പൊളിച്ചടുക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഈ മൂന്ന് താരങ്ങളെക്കുറിച്ച് ലമീൻ യമാൽ ചില കാര്യങ്ങൾ പറയുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോകാം. മുണ്ടോ ഡിപ്പോർട്ടിവോയോട് സംസാരിക്കവെയാണ് ഇക്കാര്യങ്ങൾ പറയുന്നത്. അദ്ദേഹം പറയുന്നു, ക്രിസ്ത്യാനോ റൊണാൾഡോയും നെയ്മർ ജൂനിയറും എൻ്റെ ജനറേഷൻ്റെ ഏറ്റവും കുട്ടിക്കാലത്ത് കീ ഫിഗേഴ്സാണ്. ഞങ്ങൾ കുഞ്ഞുങ്ങളായ കാലം മുതലേ അവർ കീ ഫിഗേഴ്സാണ്. സോ അവരുടെ കളി കണ്ടാണ് ഞങ്ങളൊക്കെ വളർന്നത്. ഏതായാലും ഐ വിഷ് ദം ഓൾ ദി ബെസ്റ്റ്. കളി അവസാനിപ്പിച്ച് പോവുകയാണ്. ക്രിസ്ത്യാനോ ഒരുപക്ഷെ അന്താരാഷ്ട്ര ഫുട്ബോൾ അവസാനിപ്പിച്ചേക്കും. നെയ്മറും ആ സൂചന നൽകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഭാവുകങ്ങൾ നേരുന്നു. ഐ വിഷ് ദം ഓൾ ദി ബെസ്റ്റ് എന്ന് ലാമിൻ യമാൽ പറയുന്നു. അതേസമയം മെസ്സിയുടെ കാര്യത്തിൽ യമാൽ അത്ഭുതം പ്രകടിപ്പിക്കുകയാണ്. ലിയോ മെസ്സി ഇൻക്രെഡിബിളാണ്, സോഫാർ ഇൻക്രെഡിബിളാണ്. എല്ലാവർക്കും അറിയാം മെസ്സി എന്താണെന്ന്. പക്ഷേ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല വേൾഡ് കപ്പിൽ ഈ ലെവലിൽ ഒരു കളി കളിക്കുന്നത്. അമേസിംഗ് ആണ്, ഇൻക്രെഡിബിളാണ്. ഐ ആം സോ ഹാപ്പി ഫോർ ഹിം എന്നാണിപ്പോൾ ലമീൻ യമാൽ പറയുന്നത്. മെസ്സിയുടെ കാര്യത്തിൽ താൻ വളരെയധികം സന്തുഷ്ടനാണ് എന്ന് തന്നെ യമാൽ പറഞ്ഞത് ആ കാര്യങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ആരും കരുതിയില്ല മെസ്സി ഇമ്മാതിരി ഒരു കളി വേൾഡ് കപ്പ് കളിക്കുന്നു. മെസ്സി എന്താണ് ഏതാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. എന്നാൽ ഈ 39-ാമത്തെ വയസ്സിൽ വൺ ലാസ്റ്റ് ഡാൻസ് എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് ബാക്കിയുള്ളവർക്ക് ആ ഡാൻസ് പൂർത്തിയാക്കാൻ കഴിയാതെ പോകുമ്പോൾ മെസ്സി അങ്ങ് തിമിർത്താടുകയാണ്. ഈ യമാലിനെ പോലെയുള്ള യുവതാരങ്ങൾ പോലും അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കുന്നു. എന്താണ് ഈ കാണുന്നത് എന്ന്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എഴുതാം.